തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണിയുടെ വിജയം രാഹുൽ ഗാന്ധിയുടെ വിജയമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. വെറുപ്പിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കമ്പോളം തുടങ്ങാൻ ആഹ്വാനം ചെയ്തത് രാഹുൽ ഗാന്ധിയായിരുന്നു. അതും തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും തുടങ്ങിയ ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം നൽകിയ സന്ദേശമാണ്. ആ ജോഡോ യാത്ര ഉദ്ഘാടനം ചെയ്ത നേതാവാണ് എം.കെ. സ്റ്റാലിൻ. അന്നു മുതൽ രാഹുൽ നേടിത്തുടങ്ങിയ വിജയവും മുന്നേറ്റവും ഇന്ന് രാജ്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വിജയത്തിൽ രാഹുൽ ഗാന്ധിയെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാകാതെ നിൽക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. സ്റ്റാലിൻ്റെ കണക്കുപ്രകാരം നരേന്ദ്രമോദി നടത്തിയ 8 സന്ദർശനത്തെ തകർക്കാൻ രാഹുലിൻ്റെ ഒറ്റ മധുരപ്പൊതിക്ക് കഴിഞ്ഞെന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്രത്തിലെ BJPയുടെ വിജയത്തെ മോദിയുടെ വിജയമല്ല, അത് പരാജയമാണെന്നാണ് സ്റ്റാലിൻ വിശേഷിപ്പിച്ചത്. നരേന്ദ്രമോദി 8 പ്രാവശ്യം തമിഴ്നാട്ടിലെത്തുകയും ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും പ്രചരണത്തിന് പോവുകയും ചെയ്തിട്ട് ഒരു ഇല അനക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. സംസ്ഥാന BJP അധ്യക്ഷൻ അടക്കം മുഴുവൻ സ്ഥാനാർത്ഥികളും തോറ്റു. BJPയിൽ പലർക്കും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. എന്നാൽ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ വന്നത് വലിയ വിജയം സമ്മാനിച്ചുവെന്നും സ്നേഹത്തിൻ്റെ കൂടാരം തന്നെയാണ് തുറന്നു വെച്ചതെന്നും സ്റ്റാലിൻ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ എം.കെ. സ്റ്റാലിന് വേണ്ടി രാഹുൽ ഗാന്ധി മധുരപ്പലഹാരങ്ങളുടെ ഒരു പൊതി കൊണ്ടുവന്നിരുന്നു. തമിഴ്നാട്ടിലെ തന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ആ മധുരം രാഹുൽ ഗാന്ധി നേരിട്ടായിരുന്നു സ്റ്റാലിന് നൽകിയത്. ആ സംഭവം രാഹുലിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വിളിച്ചു പറഞ്ഞതാണ്. ആ സ്നേഹമാണ് തമിഴ്നാട്ടിൽ വിജയിച്ചത് എന്ന് സ്റ്റാലിൻ ഇപ്പോഴും ഓർക്കുകയാണ്. എന്നാൽ നരേന്ദ്രമോദിയാകട്ടെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉള്ളതുകൊണ്ടാണ് പ്രധാനമന്ത്രിയായിരിക്കുന്നതെന്ന്. അവർ പിന്തുണച്ചില്ല എങ്കിൽ എവിടെയാണ് മോദിയുടെ സ്ഥാനമെന്നും സ്റ്റാലിൻ ചോദിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അനധിവിദൂര ഭാവിയിൽ ഈ തട്ടിക്കൂട്ട് ഭരണം തകർന്നു പോകുമെന്ന ശരാശരി ഒരു ഇന്ത്യക്കാരൻ്റെ അഭിപ്രായമാണ് സ്റ്റാലിനും ഉള്ളത്. നരേന്ദ്രമോദിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഭൂരിപക്ഷമില്ലാത്തതിനാൽ BJPക്ക് അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ലെന്നും സ്റ്റാലിൻ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ഇന്ത്യ മുന്നണി സഖ്യകക്ഷികൾക്കിടയിലുള്ളത് കേവലം രാഷ്ട്രീയ ബന്ധം മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായ അടുപ്പമാണെന്നും സ്റ്റാലിൻ പറഞ്ഞതോടെ BJPയുടെ ആഗ്രഹം പോലെ ഇന്ത്യ തകരുമെന്നൊക്കെയുള്ള സംഭവം ഇനി നടക്കാനേ പോകുന്നില്ല. ഏതായാലും മോദിയുടെ 8 സന്ദർശനങ്ങളെ ഒറ്റ മധുരപ്പൊതിയിലൂടെ തകർത്ത രാഹുൽ ഗാന്ധി തന്നെയാണ് യഥാർത്ഥ ഹീറോ.